അത്യുന്നതനായ ദൈവത്തിന്റെ കൃപ ഈ രാത്രിയിൽ നമ്മൾ മേലെല്ലാം പകരുന്ന ദൈവത്തിന്റെ അദൃശ്യകരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവെ, അങ്ങ് സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. രാജാവിന് സ്തോത്രം കരയറ്റുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുകയില്ല. ദൈവം നമ്മളോട് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവം നമ്മളെ കരുതിയ വിധങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് അതിരങ്ങളെ തുറന്ന് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഈ രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രാത്രിയിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 13 വേഴ്സ് 5. ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രാത്രി സമയത്ത് തിരുസന്നതയിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ കരത്തിലേക്ക് താഴ്ത്തിയേൽപ്പിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറച്ച ദൈവം, ആമേൻ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് ഈ ആഴ്ചയിൽ വേണ്ടിയ കൃപ ഇതിൽ നിന്ന് പ്രാപിച്ചു, വചനത്തിൽ നിന്ന് ബലം പ്രാപിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷിക്കുന്ന അടിയനെയും കേൾക്കുന്നത് ജനത്തെ ഒരുപോലെ അങ്ങ് നിറയ്ക്കണം. അതിന്റെ ആത്മാവിന്റെ പൂർണ്ണതയിൽ പുറത്തെടുക്കണം. ദൈവം അവിടെ എല്ലാം വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തണം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്താൽ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ആരാധിപ്പാൻ ഒക്കെ ദൈവം കൃപ നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മരുഭൂമിയിൽ കൂടെ നമ്മളെ വഴി നടത്തുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മരുഭൂമിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു അവസരമാണ്, ദൈവത്തിൽ നിന്ന് അകലുവാനുള്ള അവസരമല്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാം നല്ലതായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ്, ദൈവത്തിന്റെ സാക്ഷി പറയുവാൻ നല്ലതാണ്, ഹല്ലേലൂയ, ദൈവം നല്ലവനെന്ന് പറയുവാൻ നല്ലതാണ്. പക്ഷെ ദൈവസന്നിധിയിൽ നമുക്ക് പിഴവുകൾ സംഭവിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ജീവിതത്തിൽ നമ്മൾ തകർച്ചകൾ, വീഴ്ചകൾ, പരാജയങ്ങൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തോടെ നമ്മൾ ഏത് നിലവാരം പുലർത്തും എന്ന് തിരിച്ചറിയുന്ന ഒരു ഗ്രന്ഥമാണ് തിരുവചനം. ആദാവും ദൈവം ഏദൻ തോട്ടത്തിൽ അവരെ സ്ഥാപിച്ച ദൈവം, അവർക്ക് സകലത്തിന്മേലും വാഴുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ഫലപ്രദമായ, ആമേൻ, നിങ്ങൾ ഫലം കായ്പീൻ എന്ന്, ആമേൻ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹം അവർക്കെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ, ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനൊക്കെ അവർക്ക് ദൈവം അവസരമൊരുക്കി. പക്ഷെ ആമേൻ, പിശാച് വശീകരിച്ച് പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായി. ഈ രാത്രിയിൽ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. സ്തോത്രം. ദൈവത്തെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന, ദൈവത്തോടുകൂടെ നടന്ന ജനം, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ, ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവർ, ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചവർ, ആമേൻ. അത് മാത്രമല്ല, ദൈവം എല്ലാം അവർക്ക് നല്ലതായി ചെയ്തു കൊടുത്ത ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതെന്ന് കണ്ടു. ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കാര്യം തിരിച്ചറിയണം. മനുഷ്യൻ പറയുമായിരിക്കും അത് കൊള്ളത്തില്ലെന്ന്, പക്ഷെ ദൈവം നമുക്ക് തന്നതൊക്കെ നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ, ആമേൻ. പലര് പറയും, ഹല്ലേലൂയ, നിങ്ങൾക്ക് ലഭിച്ച ഈ നന്മയ്ക്കൊരു കുഴപ്പമുണ്ട്, ഈ നന്മയ്ക്കൊരു കുഴപ്പമുണ്ട്. പലരും പലതിനെ ചൂണ്ടി പറയുമായിരിക്കും, ആമേൻ, ഇത് നല്ലതല്ല എന്ന്. പക്ഷെ ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതെന്ന് കണ്ടു. ശമനഗതന. ഈ രാത്രി കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ചെയ്തതെല്ലാം നല്ലതായി തന്നെ ചെയ്തു. ദൈവം താമസിച്ചാലും അതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും എല്ലാം
ദൈവം നല്ലതാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആദാവും പാപം ചെയ്തു. ആമേൻ. അവര് ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിപ്പാൻ നോക്കി, ഒളിക്കുവാൻ ടു റൺ അവേ ഫ്രം ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു തലങ്ങളിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുമ്പോൾ, ഒറ്റപ്പെടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആദാവുവ. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുവാനുള്ള ഒരു അനുഭവം. ജീവിതത്തിൽ അനുഭവങ്ങൾ, പരാജയങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ വരുമ്പോൾ അത് നമ്മളെ അകറ്റുവാനല്ല, ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള ഒരു അനുഭവമാക്കി ദൈവം നമ്മളെ തീർക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും മരുഭൂമിയിൽ ദൈവം അവരെ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ച് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. വാഗ്ദത്ത ദേശം അവർക്ക് ദൈവം അവകാശമായി കൊടുക്കുക. ആമേൻ. വാഗ്ദത്ത ദേശം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമല്ല, അത് അവകാശമാക്കുവാൻ ദൈവം അവരെ വിളിച്ചു. ഈ രാത്രിയിൽ നമ്മളെ ദൈവം ചില അവകാശങ്ങൾ കൈമാറുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആമേൻ ഹല്ലേലൂയ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ചില അവകാശങ്ങൾ ഈ രാത്രിയിൽ അവകാശങ്ങൾക്ക് വേണ്ടി ആമേൻ യുദ്ധം ചെയ്യുന്ന മണ്ഡലമാണോ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം പറയുന്നത് ഞാൻ നിന്നെ അവകാശികളാക്കി തീർക്കും. ക്രിസ്തയേശുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി തീർക്കുന്ന ദൈവം. അതെ, ദൈവം ചില അവകാശങ്ങളെ കൈമാറുവാനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ചത്. അവരെ കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാനായി അവരെ വിടുവിച്ചു. അത് മാത്രമല്ല, ആരാധനയ്ക്കായി വിടുവിച്ച ജനം അവരെ ദൈവം എവിടേക്കായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അവരെ വാഗ്ദത്തത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വാഗ്ദത്തങ്ങളുടെ നടുവിൽ, വാഗ്ദത്തത്തിലേക്ക് അവരുടെ യാത്രയുടെ നടുവിൽ അവർക്ക് പല പ്രതികൂലങ്ങൾ അഭിമുഖീകരിക്കൊണ്ടിരുന്നു, പല പ്രതികൂലങ്ങൾ. സ്തോത്രം. അല്ലെ, ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 11 12 വാക്യം, എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 11 and 12. അവര് ദൈവത്തോട് എന്ത് ചെയ്തു? ദൈവത്തോടല്ല, അവര് മോശയോട് പിറുപിറുത്തു, നേതൃത്വത്തോട് പിറുപിറുത്തു. ദൈവം വിടുവിപ്പാൻ ദൈവം അഭിഷേകം ചെയ്ത അമേൻ അഭിഷക്തനോട് അവര് പിറുപിറുത്തു. അവിടെ എങ്ങനെ പറയുന്നത്? അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാവും നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ, ആമേൻ ഹല്ലേലൂയ, അവിടെ എന്തില്ല? അവിടെ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ? ദൈവം ഇതെല്ലാം പിശാചിന്റെ പദ്ധതികൾ, പിശാചിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുവാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. നമ്മളോട് പിശാച് സംസാരിക്കുന്നതും ദൈവം സംസാരിക്കുന്നതും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. പിശാച് എപ്പോഴും നമ്മുടെ പരാജയത്തെ പറയും, ദൈവം നമ്മളെ വാഗ്ദത്തങ്ങളെ ഓർപ്പിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പിശാച് എപ്പോഴും നമ്മുടെ പരാജയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പിശാചിന്റെ ശബ്ദം എന്താണ്? നമുക്ക് ഒറ്റപ്പെടണം. സ്തോത്രം. ആദാവോ എന്ത് ചെയ്തു? എനിക്ക് ഒറ്റപ്പെടണം. സ്തോത്രം. എന്താണ് ഒറ്റപ്പെടൽ? ദൈവത്തിൽ നിന്ന് മാറി നിൽക്കണം. ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടാവുമ്പോൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് ദൈവത്തിന്റെ ചിന്തയല്ല, അത് പിശാചിന്റെ ചിന്തയാ. 2, സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. പിശാച് എപ്പോഴും നമ്മുടെ പരാജയത്തെ ചൂണ്ടിക്കാണിക്കും, നമ്മുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ദൈവത്തിന് എപ്പോഴും പറയാനുള്ളത് എന്താ? വാഗ്ദത്ത ദേശം ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, നീ എന്നോട് കൂടെ യാത്ര ചെയ്യുക. ആമേൻ. പിശാചിന്റെ ശബ്ദം വേറെ ഒന്നും കൂടെയാണ്. പിശാച് പറയും, അല്ലല്ലേ നീ ഇറങ്ങിയത് വെറുതെയാണ്. സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് വെറുതെയാ, നീ ജോലിക്ക് വേണ്ടി ഇറങ്ങിയത് വെറുതെയാ, നീ ആമേൻ ഹല്ലേലൂയ ഈ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങിയത് വെറുതെയാ, നീ ഇത് പഠിക്കാൻ പോയത് വെറുതെയാ, നീ ഇതൊക്കെ ചെയ്തത് വെറുതെ എന്ന് ആര് പറയും? പിശാച് പറയും. പിശാചിന് എപ്പോഴും നമ്മളെ എന്താ പറയാനുള്ളൂ? കുറ്റം പറയാനുള്ളൂ. പിശാച് എപ്പോഴും എന്ത് ചെയ്യുന്നു? കുറ്റം പറയുന്നവനാണ്. പക്ഷെ ദൈവത്തിന് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ദൈവം തന്റെ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് ശപിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഈ മിസ്രൈം ദേശത്തു നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് എന്താ പറ്റി? ഇവര് പിശാചിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവര് പറഞ്ഞു, ഓ, ഫറവോന്റെ സന്നദ്ധിയിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലുവാൻ കൊണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമി നമ്മളെ തകർക്കുവാനല്ല, മരുഭൂമിയിലാണ് ദൈവം അത്ഭുതങ്ങളെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അത്ഭുതങ്ങൾ കണ്ടത് ആരുടെ ജീവിതത്തിലാ? മോശെ എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ്. ഹല്ലേലൂയ.
വേറെ ഒരു വ്യക്തിയെ പോലും ആമേൻ ഒരു വ്യക്തിയിൽ കൂടെ ദൈവം ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഈ ജനം വിടുവിക്കപ്പെടേണ്ടതിന് ദൈവം വാസ്തവമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ നടുവിൽ വസിക്കാൻ തുടങ്ങി. ആമേൻ. അവർക്ക് വേണ്ടിയതായ അടയാളങ്ങൾ, അവരുടെ 400 വർഷത്തെ പ്രാർത്ഥന, 400 വർഷത്തെ ഉപവാസം, വർഷങ്ങളായി അവർ കാത്തിരുന്നൊരു വിടുതലാണ്. അത് വേറെ ആരെയും അയച്ചില്ല, ദൈവം വാസ്തവമായി സീനാ മലമുകളിൽ ഹോറേബിൽ ഇറങ്ങി വന്ന് ഇടപെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളുടെ വിഷയങ്ങളുടെ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നമ്മുടെ യാചനയുടെ വിഷയങ്ങൾ, തടസ്സങ്ങൾ വന്ന് താമസിക്കുമെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിമാറുവാൻ തക്കവണ്ണം അതിന്റെ മറുപടിയായി സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരും. അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മളെ അകറ്റാൻ നോക്കുന്നു, പിശാച് എപ്പോഴും നമ്മളെ തോൽവികളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. പക്ഷെ ദൈവമോ, ദൈവം തന്റെ മക്കളെ തന്റെ വാക്തത്വത്തിൽ ഇരുത്തുവാൻ ദൈവം ഇച്ഛിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം 40 വർഷം 11 ദിവസത്തെ യാത്ര ദൂരെ ഉള്ള സ്ഥലത്തു നിന്ന് ഹല്ലേലൂയ 40 വർഷം മരുഭൂമിയിൽ അവര് ആമേൻ നടന്നു. ദൈവം അവരെ ചുറ്റിച്ചു. സ്തോത്രം. എന്താ? ആമേൻ. ദൈവത്തിന്റെ വാക്തത്വത്തിൽ വിശ്വസിക്കാത്ത സകല ജനവും മരുഭൂമിയിൽ പട്ടുപോകുവോളം ആമേൻ ദൈവം അവരെ 40 വർഷം നടത്തി. സ്തോത്രം. 40 എന്നുള്ള ഒരു അക്കത്തിന് ആമേൻ ബൈബിളില് തിരുവചനത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്. 40 എന്നുള്ള ഒരു അക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കർത്താവ് ഭൂമിയിൽ ആമേൻ വന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. ആത്മാവ് കർത്താവിനെ എവിടെ കൊണ്ടുപോയി? വശീകരിച്ച് മരുഭൂമിയിൽ പരീക്ഷിക്കേണ്ടതിന് പിശാചിന്റെ അടുക്കൽ കൊണ്ടു. ഹല്ലേലൂയ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് 40 ദിവസമാണ് പിശാച് കർത്താവിനെ പരീക്ഷിച്ചത്. സ്തോത്രം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 സംവത്സരം ഹല്ലേലൂയ മിസ്രയീം ആമേൻ ദേശത്തു നിന്ന് വിടുവിക്കപ്പെട്ട ജനം ആമേൻ അവിശ്വാസം എന്നുള്ളൊരു ദുഷ്ടഹൃദയം ഉള്ളത് കൊണ്ട് അവർ വാക്തത്വം പ്രാപിച്ചില്ല. എന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആ ശാപത്തെ, ആ പാരമ്പര്യത്തെ കർത്താവ് 40 ദിവസത്തെ ഉപവാസം കൊണ്ട് ഹല്ലേലൂയ ആ ശാപത്തെ അഴിച്ച് ഇസ്രായേൽ ജനത്തെ അല്ല, ദൈവം മക്കളെ ദൈവം അവകാശികളാക്കി തീർക്കുവാൻ കർത്താവ് നമുക്ക് മുമ്പാകെ കടന്നു എന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് മുമ്പാകെ കടന്നു എന്ന് അല്ലെങ്കിൽ എല്ലാ ശാപത്തിന്റെ കെട്ടുകളെയും അഴിക്കുന്ന കർത്താവാണ്. കർത്താവ് ഭൂമിയിൽ വന്നത്, കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സകലതും നിവർത്തിയാകേണ്ടതിന് യോഹന്നാനെ നീതി ചെയ്തേ മതിയാകും. അല്ലെങ്കിൽ സകലതും നിവർത്തിയാകണം. എന്താണ്? ചില കെട്ടുകൾ അഴിക്കണമെങ്കിൽ ഞാൻ ഇതിൽ കൂടെ കടന്നുപോയേ മതിയാവും. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, കർത്താവ് എന്തുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ കടന്നു പോകും, എന്തുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ, ഈ ജീവിതത്തിൽ ഇങ്ങനൊക്കെ ഞാൻ കാണുകയും അനുഭവിക്കുകയും കേൾക്കേണ്ടിയും വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം തിരിച്ചറിയണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ചിലതിനെയൊക്കെ മാറ്റി എഴുതേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വെറും ഒരു വിടുതൽ തന്നു വിടുന്ന ദൈവമല്ല. ദൈവത്തിന് നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയുടെ ചരിത്രം മാറ്റണമെങ്കിൽ ദൈവം നിന്നെ കൊണ്ട് ചില കെട്ടുകൾ അഴിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ കർത്താവിനെ ഈ ഭൂമിയിൽ അയച്ച് ആമേൻ ഇസ്രായേൽ ജനത്തെ പിശാച് എവിടൊക്കെ കിട്ടിയോ അവിടൊക്കെ കർത്താവ് ആ കെട്ടിനെ അഴിക്കുകയാണ് ചെയ്തത്. 40 ദിവസം പിശാചിൻ ആമേൻ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. എന്തിനാ? പിശാച് കെട്ടിയ ചില കെട്ടുകൾ അഴിക്കാൻ. സ്തോത്രം. ശമന ഹന്തനാദിനി റിബിനി ശൈതനാരകൽക്കന. അതെ, പിശാച് നമ്മുടെ കുടുംബത്തിൽ കെട്ടിയ ചില കെട്ടുകളാണ്. നമ്മൾ അറിയത്തില്ല, നമ്മൾ മനസ്സിലാക്കി പോലും കാണത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം ആ കെട്ട് അഴിഞ്ഞേ മതിയാകൂ. നിനക്ക് വെറും ഒരു ജോലി തന്നതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം, അനുഗ്രഹിക്കപ്പെടണമെന്ന് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നിന്നെയും നിന്റെ തലമുറയുടെയും ഭാവി മാറ്റി എഴുതണമെങ്കിൽ ദൈവം ചില പിശാചിന്റെ കെട്ടുകൾ അഴിച്ചേ മതിയാവും, ചില പാരമ്പര്യങ്ങൾ അഴിച്ചേ മതിയാവും, ചില നുഖങ്ങൾ അഴിച്ചേ മതിയാകൂ, ചില ബന്ധനങ്ങൾ അഴിച്ചേ മതിയാകൂ. ഈ രാത്രിയിൽ കർത്താവ് അതിന്റെ ആമേൻ കൃപ
കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുക. അതിന്റെ വിടുതലുകൾ ഈ രാത്രിയിൽ നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കുക. പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, അന്യായമായതിന്മേലെല്ലാം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരുഭൂമി എപ്പോഴും ആമേൻ ഉണങ്ങി വരണ്ട ദേശമാണ്. ഹല്ലേലൂയ. അതിൽ ജീവനില്ല. ജീവനില്ലാത്ത ദേശത്ത് കർത്താവെ നീ എന്തിനെന്നെ അയച്ചു? ഹല്ലേലൂയ. മോശ ചോദിക്കുമായിരിക്കും, കർത്താവെ ഈ ജനത്തെ നയിക്കുവാൻ നീ എന്തിനെന്നെ തെരഞ്ഞെടുത്തു? സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ വിളിയും തെരഞ്ഞെടുപ്പും വലുതാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ മനസ്സിലാക്കണം, അല്ലെ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങൾ ആറുമ്പോൾ മനസ്സിലാക്കണം, മോശ ജനത്തോടു കൂടെയല്ല നടന്നത്, മോശ ദൈവത്തോടു കൂടെ നടന്നു. മോശയുടെ വ്യത്യാസം, മോശയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ കാരണഭൂതൻ വേറെ ആരുമല്ല, സർവശക്തനായ ദൈവം. മോശ വിളിച്ചു വേർതിരിച്ച്, അല്ലെങ്കിൽ മോശയുടെ കൂടെ ഇറങ്ങിത്തിരിച്ച ജനം ഈ മോശയോട് പിറുപിറുക്കും തോറും മോശയ്ക്ക് ഒരു പ്രതികൂലത്തിന്മേൽ അടുത്ത പ്രതികൂലം വളർന്നുകൊണ്ടിരുന്നപ്പോൾ മോശ ദൈവസന്നിധിയിൽ അടുത്തുകൊണ്ടിരുന്നു. സ്തോത്രം. മോശ ദൈവത്തോട് എത്രയും അടുക്കുന്നു, അതിനനുസരിച്ച് മോശയുടെ മുഖത്തെ തേജസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഷമ്മാന ഹന്തനാഥന അമേൻ ഹല്ലേലൂയ. ഇത് കണ്ട ജനത്തിന് മനസ്സിലാകത്തില്ല. അമേൻ നിന്റെ അടുത്തിരിക്കുന്നവന് മനസ്സിലാകത്തില്ല, നിന്റെ കൂട്ടുകാർക്ക് മനസ്സിലാകത്തില്ല, ചിലപ്പോൾ നിന്റെ കുടുംബക്കാർക്ക് മനസ്സിലാകത്തില്ല, നിന്റെ ബന്ധുമിത്രാദികൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു ദിവസം, ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ നീ ദൈവത്തോട് അടുത്ത് നിന്നതിന്റെ വിടുതലിന്റെ കാരണഭൂതൻ വേറെ ആരുമല്ല, സർവശക്തനായ ദൈവം തന്നെ ആകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അല്ലെങ്കിൽ അതുകൊണ്ട് മരുഭൂമിയിൽ ദൈവം മോശയോടെ നടന്നതിനേക്കാൾ അധികം മോശയ്ക്ക് ദൈവമില്ലാതെ ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മോശയ്ക്ക് ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ദൈവം മോശയുടെ കയ്യിൽ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, മോശയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച വടിയുടെ പൂർണ്ണത, വടിയിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടത് വടിയിൽ നിന്നല്ല, ദൈവത്തോടു കൂടെ നടന്നത് കൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ശലോമോൻ എഴുതിയ സോങ് ഓഫ് സോളമൻ അതിന്റെ 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നൊരാൾ സ്തോത്രം. Who is this that cometh up from the wilderness, leaning upon her beloved? ആമേൻ. മരുഭൂമിയിൽ കൂടെ പുറത്തു വരുമ്പോൾ, മരുഭൂ യാത്രയിൽ കൂടെ മോശ നടക്കും തോറും മോശ ആരോട് ചാരി നിന്നു? ആ പ്രിയനോട് ചാരി നിൽക്കുവാനിടയായി, അധികം ചാരുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ വേറെ ആരിലും ചാരുവാനല്ല നോക്കേണ്ടത്, ആരിലും പ്രത്യാശ വയ്ക്കുവാനല്ല നോക്കേണ്ടത്. എന്റെ പ്രിയന്റെ മാറോട് ചാരി ഇച്ചിരൂടെ അധികം ചാരുവാൻ, ഇച്ചിരൂടെ അടുക്കുവാൻ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്ന് നിന്നതുപോലെ ഹല്ലേലൂയ. ഈ രാത്രിയിൽ, ഈ നാളുകളിൽ നമ്മൾ അധികം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മാറോട് ചാഞ്ഞ് ജീവിപ്പാൻ, ആഴത്തിൽ കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മളെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. അതെ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ മരുഭൂമിയിൽ മോശയ്ക്ക് കൂട്ടുകാരില്ല? മരുഭൂമിയിൽ മോശയ്ക്ക് ആരും താങ്ങും തണലുമായിട്ടില്ല. യോശുവ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദൈവസന്നിധിയിൽ ഈ ഒരു വലിയ ദൗത്യം നിറവേറുവാൻ യോശുവയെ ദൈവം അഭ്യസിപ്പിക്കണമായിരുന്നു. പക്ഷേ മോശ ദൈവസന്നിധിയിൽ അടുക്കും തോറും, മോശ ദൈവസന്നിധിയിൽ ആഴത്തിൽ വിശ്വസിക്കും തോറും, ആ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചപ്പോഴാണ് മോശയെ ദൈവം പുറത്തെടുക്കുന്നത്. എന്നിട്ടും നമുക്ക് അറിയാം, മോശ എന്ത് ചെയ്തു? ദൈവം കൽപ്പിച്ചെടുത്ത്, ദൈവം പറഞ്ഞു നീ ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് ഈ ജനം പിറുപിറുക്കുകയും മോശയുടെ കോപം വർദ്ധിച്ച് സൗമ്യനായ മോശ ഈ ജനത്തെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വടിയെടുത്തടിച്ചു. തിരുവചനം പറയുന്നു, മോശ സൗമ്യനായ മനുഷ്യൻ, അത്രയ്ക്ക് സൗമ്യനായ മനുഷ്യൻ വേറെ ആരുമില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തി. എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കണം, മോശയുടെ ലെവല് വിട്ടുപോയി, കൺട്രോള് വിട്ടുപോയി എന്ന് നമ്മൾ ഭാഷയെ പറയുന്നത് പോലെ അല്ലല്ലേ, മോശ വടിയെടുത്ത് അടിച്ചു. ഒന്നല്ല 2 പ്രാവശ്യം. സ്തോത്രം. ഹല്ലേലൂയ.
അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവം എപ്പോഴും ആമേൻ അതൊരു വെല്ലുവിളിയാണ്. അതൊരു വലിയ പ്രതിസന്ധിയുടെ കാലമാണ്. അത് ആമേൻ ചോരുന്ന കാലമാണ്. അത് തകർച്ചയുടെ കാലമാണ്. അത് ഒറ്റപ്പെടലിന്റെ കാലമാണ്. പക്ഷെ അതൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ളതല്ല. അവന്റെ മാറോട് ചേർന്ന്, അധികം മാറോട് ചേർന്നിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു കാലമാക്കി ദൈവം തീർക്കും. എന്തുകൊണ്ടാ? മരുഭൂമിയിൽ വെള്ളത്തിൽ ആശ്രയിപ്പാൻ, ആമേൻ ജലത്തിൽ ആശ്രയിക്കുവാൻ കഴിയത്തില്ല. അവിടെ ഉറവകളില്ല. ആമേൻ ദൈവസന്നദ്ധിയിൽ അവിടെ ആഹാരമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ വിഷയം ഇത്രയും വലിയൊരു കൂട്ടം ജനത്തെ മോശ ചോദിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവരെ നടത്തും? എങ്ങനെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും? എങ്ങനെ ഇവർക്ക് ആഹാരം കൊടുക്കും? ഹല്ലേലൂയ. മോശയുടെ വിഷയം മോശയുടെ കുടുംബമല്ല. ആമേൻ മോശയുടെ വിഷയം മോശയുടെ കുഞ്ഞുങ്ങളല്ല. മോശയുടെ വിഷയം സ്വന്തം കാര്യമല്ല. ഈ ജനത്തെ ഞാൻ എങ്ങനെ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിക്കും? സ്തോത്രം. 11 ദിവസത്തെ യാത്ര ദൂരം നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഈ ജനം പിറുപിറുത്തപ്പോൾ 40 വർഷമായി അത് തീർന്നു. സ്തോത്രം. മോശയുടെ ഭാരം ഒന്ന് ചിന്തിച്ചു നോക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ കയ്യെത്തും ദൂരത്തിൽ നിൽക്കുന്ന ഒരു അവകാശത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മൾ പിറുപിറുക്കുമ്പോൾ അതിന് കാലതടസ്സങ്ങളും കാലതാമസങ്ങളും വരുമെന്ന് ഈ രാത്രി തിരിച്ചറിയണം. സ്തോത്രം. ഈ ജനം ദൈവസന്നദ്ധിയിൽ പിറുപിറുത്തപ്പോൾ, അല്ലെങ്കിൽ അവർ അവിശ്വാസം പറഞ്ഞപ്പോൾ അവരെ ദൈവം മരുഭൂമിയിൽ ഇട്ട് ചുറ്റിച്ചു. സ്തോത്രം. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച ഓരോ ഭക്തന്മാർക്കും ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എൻ്റെ പ്രാണനെ നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം 143:6. ആമേൻ. നമ്മുടെ കരങ്ങളെ മലർത്തുവാൻ, നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിപ്പാൻ, നമ്മളുടെ ദാഹം തീർപ്പാൻ ഈ ഭൂമിയിൽ വേറെ ആർക്കും കഴിയുകയില്ല. അത് ദൈവത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്ന്, ആമേൻ പരാജയം പറയുന്ന അനുഭവത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വാസം പറയുന്ന സ്ഥാനത്തു നിന്ന് നമ്മൾ ഈ രാത്രിയിൽ മടങ്ങി വരേണ്ടിയവർ ദൈവസന്നിധിയിൽ മടങ്ങി വരട്ടെ. യഥാസ്ഥാനപ്പെടേണ്ടിയവർ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടട്ടെ. ചിലവരൊക്കെ നാവ് കൊണ്ട് ഭയങ്കര പറച്ചില്ല, പക്ഷെ അകത്ത് വിശ്വാസം ഒട്ടും തന്നെ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയും ചിലവരൊക്കെ ഭയങ്കര ഉപവാസമാണ്, പക്ഷെ അകത്ത് എന്തിനെ ഭയന്നാണ് ഉപവസിക്കുന്നത്? തോൽവിയെ ഭയന്നാണ് ഉപവസിക്കുന്നത്. പരാജയത്തെ ഭയന്നാണ് ഉപവസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു, അന്ന് പരാജയം വരാതിരിക്കേണ്ടതിന്. അങ്ങനല്ല. ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, നമ്മുടെ ഉറവ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാറയാണ്, നമ്മുടെ ഗോപുരമാണ്, നമ്മുടെ അഭയസ്ഥാനമാണ്. അവൻ നമ്മുടെ രക്ഷയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ആരെയും ദാഹിക്കുന്നവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37-38. അല്ലെ, നിങ്ങൾ ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ ദാഹിക്കുന്നവരൊക്കെ കുടിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളുടെ ദാഹം എന്തിനെ കുറിച്ചാണ്? സ്തോത്രം. നിങ്ങൾ വേറെ ആരെടുത്തും പോകുന്നതിനേക്കാൾ അധികം ആദ്യം ആരുടെ മുമ്പിൽ പോകണം? ദൈവത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പാകെ പോകണം. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ പോയിട്ട് പറയണം, കർത്താവെ, ഈ വചനം ഇങ്ങനെ പറയും, ദാഹിക്കുന്നവരെല്ലാം, അങ്ങ് പറഞ്ഞതാ കർത്താവെ, അങ്ങ് പറഞ്ഞ വാക്കാണ്. ആമേൻ. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കുടിക്കുന്നവർ ദാഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. നീ കുടിച്ച് തൃപ്തി പ്രാപിക്കുക മാത്രമല്ല, ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. സ്തോത്രം. മരുഭൂമിയിൽ നീ ഒരു ഉറവയായി തീരും. സ്തോത്രം. ദൈവം നിന്നെ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, ആമേൻ, ദൈവം ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നീ ഒരു ഉറവയാകാൻ. നീ പിറുപിറുക്കുവാനുള്ളതല്ല, നീ കംപ്ലൈന്റ് പറയുവാനുള്ളവനല്ല. ആമേൻ. ഹല്ലേലൂയ. നീ ഒരു ഉറവയാകാനാ. ഈ രാത്രിയിൽ നോക്കി നമ്മളെ തന്നെ നോക്കി പറയാം. നമ്മൾ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഒരു ഉറവയാകാനാ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് നമ്മളെ എന്തോ ആക്കി തീർക്കണം? പിശാച് നമ്മളെ പിറുപിറുക്കുന്നവനാക്കി തീർക്കണം. നമ്മൾ ഒറ്റപ്പെടുന്നവനാക്കി തീരണം. നമ്മൾ പരാജയം പറയുന്നവനാക്കി തീർക്കുവാനാ പിശാച് നോക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിന്നെ എന്ത് ആക്കി തീർക്കും? ഉറവയാക്കി തീർക്കും. ഈ രാത്രിയിൽ യു ആർ ഓൾ ഗോഡ്സ്
ആമേൻ ഹല്ലേലൂയ. എന്താണ് സ്പ്രിംഗ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ ആണ്. ദൈവം നിങ്ങളെ നദികളാക്കി തീർക്കുന്ന ദൈവമാണ്. സ്തോത്രം. സർവശക്തനായ ദൈവം നമ്മളെല്ലാം നദികളാക്കി തീർക്കുവാൻ, പലർക്കും ഈ മരുഭൂമിയിൽ ഉറവയാകാൻ കഴിയാത്ത സ്ഥാനത്ത് പിറുപിറുക്കുന്നവർക്ക് ആമേൻ ഉറവയില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ കൂടെ ഉറവകളെ തുറന്നു തരുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പരാജയം പറയൽ, ഒറ്റപ്പെടുവാൻ അനുവദിക്കരുത്. സ്തോത്രം. തോൽവി പറയരുത്. ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉറവയാക്കി തീർക്കുക. മരുഭൂമിയിൽ ഉറവ. സ്തോത്രം. മരുഭൂമിയിൽ ഉറവയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഹല്ലേലൂയ ഹാഗാറിനടുത്ത് ചോദിച്ചാൽ മതി. ഹാഗാർ പറയും, എന്റെ ആമേൻ അബ്രഹാം തന്ന തുരുത്തിയിലെ വെള്ളമെല്ലാം തീർന്നു. ആമേൻ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമല്ല, മരണം കാണുവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു അമ്മ നൊന്ത് പ്രസവിച്ച അമ്മ ആമേൻ തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ ആഗ്രഹിക്കത്തില്ല. അത് മാത്രമല്ല ഹല്ലേലൂയ, സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് കിടക്കുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാം തന്ന തുരുത്തിയിലെ അവസാന തുള്ളി വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ആമേൻ ഹാഗാർ ദൈവസന്നിധിയിൽ പറഞ്ഞ പറച്ചിൽ, ഹല്ലേലൂയ, എനിക്ക് എന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട. ആമേൻ ഹല്ലേലൂയ. ഉറവയുടെ ആഴം മനസ്സിലാകുന്നത് ദാഹിക്കുന്നവന്. ഈ രാത്രിയിൽ ആമേൻ ദാഹം നമ്മുടെ അകത്തുണ്ടോ? ദൈവം തുറന്ന ഉറവയുടെ അനുഭവം നമുക്ക് അനുഗ്രഹമായി തരും. സ്തോത്രം. നമ്മളെപ്പോഴും നമ്മളുടെ ഉറവ വറ്റിക്കിടക്കുമ്പോൾ നമ്മൾ പലരെയും കുറ്റം പറയുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുറ്റം പറയുന്നത് ആരാ? പിശാചിന്റെ ഉദ്ദേശമാണ്. പിശാചാണ് കുറ്റം പറയുന്നത്. ആമേൻ. ശാസനയല്ല കുറ്റം പറച്ചിൽ. ശാസിക്കുക, കുറ്റം പറയുന്നത് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അത് ശാസിക്കപ്പെട്ടേ മതിയാകൂ. പക്ഷേ കുറ്റം പറയുന്നത് എന്താ? നിനക്ക് നന്മ ലഭിക്കാഞ്ഞതിന്റെ കാരണം അവനാണെന്ന് പറയുന്നതാണ് കുറ്റം പറച്ചിൽ. സ്തോത്രം. ഹല്ലേലൂയ. സോ ഡോണ്ട് പോയിന്റ് ഫിംഗേഴ്സ് അറ്റ് അതേഴ്സ്, ബട്ട് ബി ഷുവർ ദാറ്റ് യു ആർ ബിഫോർ ഗോഡ്. ആമേൻ. ദൈവസന്നദ്ധയിലാണ് നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രം എപ്പോഴും ആമേൻ നമ്മളെ ആമേൻ ഒറ്റപ്പെടുത്തി നമ്മളെ തകർത്ത് കളയുവാനാ. പക്ഷെ ദൈവം പറയുന്നു, നിന്നെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് നീ ഒരു ഉറവയായി തീരുവാനാ. കർത്താവ് ആ ഉറവയൊന്ന് തുറന്നു തന്നാൽ ഹല്ലേലൂയ. ദൈവം ഹാഗാറിന് വേണ്ടി ആ ഉറവയെ തുറന്നു കഴിഞ്ഞപ്പോൾ എന്തുവായി? ആമേൻ. ദൈവം പറഞ്ഞു, നിന്റെ കുഞ്ഞു മരിക്കത്തില്ല, അവനൊരു വലിയ ജാതിയായി തീരും. സ്തോത്രം. യു ഷാൽ ബിക്കം എ ഗ്രേറ്റ് നേഷൻ. ഹല്ലേലൂയ. ദൈവം നിന്റെ അകത്തിരിക്കുന്ന ഉറവ തുറന്നാൽ, ഉറവകൾ ആമേൻ റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, ഉറവകൾ തുറന്നാൽ നീ ഒരു ബഹുജാതികൾക്ക് പിതാവാകുന്ന ഒരു അനുഭവം, അനേകർക്ക് ഒരു അനുഗ്രഹമാകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവം, ആമേൻ ഒറ്റപ്പെടലിന്റെ അനുഭവം, തകർച്ചകളും വീഴ്ചകളും പരാജയങ്ങളും കടന്നു വരുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ദൈവം നമ്മളെ എന്താക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു? നമ്മളെ ഒരു ഉറവയാക്കി തീർക്കുവാൻ, ഉറവകളാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ദേശമായിരിക്കും. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പരാജയം മാത്രം. നാളെ കുറിച്ച് ചിന്തിച്ചാൽ പരാജയം, പുറമോട്ട് ചിന്തിച്ചാൽ ആമേൻ തകർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ദൈവസന്നദ്ധയിൽ ദൈവം പറയുന്നു, നിന്നെ ഞാൻ ആമേൻ ഒരു അനുഗ്രഹമാക്കേണ്ടതിനാ നിന്നെ പുറത്തെടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ദൈവം മോശയെ പണിയുവാൻ 40 വർഷമല്ല 80 വർഷം. സ്തോത്രം. ദാവീദിനെ ദൈവം പുറത്തെടുക്കാൻ 16 വർഷം എടുത്തു. യോസേപ്പിനെ ആമേൻ വർഷങ്ങളെടുത്തു യോസേപ്പിനെ പുറത്തു കൊണ്ടുവരാൻ. ഈ ഭക്തന്മാരെയൊക്കെ ദൈവം ഉദ്ദേശിച്ച വാഗ്ദത്തം വെളിപ്പെടേണ്ടതിന് അവരെ ദൈവം വർഷങ്ങൾ വനാന്തരത്തിൽ കൊണ്ടുവന്നിട്ട് പണിതു. ദൈവം അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് പണിതു. ദൈവം അവരെ പണിയെ പോലെ പണിത് അവരെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. അവരുടെ പരാജയങ്ങൾ ദൈവം പുറത്തു പറഞ്ഞില്ല. ആമേൻ. പക്ഷെ ദൈവം അവരെ പണിത് പൊന്നാക്കി പുറത്തു കൊണ്ടുവന്നു. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ എന്തോ ആക്കി തീർന്നു. ആമേൻ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് പോലെ ആമേൻ, ഞാൻ അവളെ വശീകരിച്ചു മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം. ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം. സ്തോത്രം. ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം. ഈ രാത്രിയിൽ ആമേൻ നമ്മളോട് ഹൃദ്യമായി സംസാരിപ്പാൻ ദൈവം നമുക്ക് മരുഭൂമിയുടെ അനുഭവം തന്നിരിക്കുമ്പോൾ ആമേൻ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു? നമ്മുടെ മരുഭൂമിയിൽ നമ്മൾ പിറുപിറുക്കുന്ന അനുഭവമാണോ? അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ അനുഭവമാണോ? പരാജയം പറയുന്ന അനുഭവമാണോ? പ്രത്യുത നമ്മുടെ മരുഭൂമി
നമുക്ക് ദൈവശനതയിൽ നമ്മൾ ദൈവത്തോട് അധികം അവന്റെ മാറോട് ചേർന്നിരുന്ന് അവന്റെ മാറോട് ചാഞ്ഞ് സ്തോത്രം ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് നമ്മൾ ഉറവകളായി തീരുവാൻ ദൈവം നമ്മളെ ഇച്ഛിക്കുമ്പോൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിറവേറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ പുറത്തെടുത്തിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവിടാണ് ദൈവം ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച 2:16 ഇങ്ങനെ പറയുന്നത്, ആ നാളിൽ നീ എന്നെ ബാലി, ആമേൻ, എന്ന് വെച്ചാൽ ഉടയവനെ എന്നല്ല, ഈശി, ഭർത്താവെ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. യു വിൽ ബി സോ ഇന്റിമേറ്റ്, യു വിൽ നോട്ട് കോൾ മീ, ഹല്ലേലൂയ, എന്താണ്, ആമേൻ, യജമാനനെ എന്നല്ല വിളിക്കുന്നത്, എന്റെ ഭർത്താവെ, ആമേൻ, എന്ന് വിളിക്കും. സ്തോത്രം. ഭർത്താവെ എന്ന് വിളിക്കും എന്ന് ഞാൻ ലെവൽ ഓഫ് ഇന്റിമസി മരുഭൂമിയിൽ കൊണ്ടുവന്നത് ദൈവത്തോടുള്ള ഇന്റിമസി വർദ്ധിപ്പാനാണ്, ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനാണ്. നമ്മളെല്ലാം ദൈവം ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 2 വർഷം കോവിഡ് നമ്മളുടെ പിന്നെ പുറകിൽ കടന്നുപോയി. ഇനിയും വരുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യം. ലോകത്ത് ക്ഷാമം ഉണ്ടാകുന്നു, ചിലയിടത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ചിലയിടത്ത് റിസഷൻ ഉണ്ടാകുന്നു. പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ആൻ ഇവന്റ്ഫുൾ പീരിയഡ്. വളരെ ശക്തമേറിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്ത 6 മാസം എന്ത് സംഭവിക്കും, എങ്ങനാവുമെന്ന് ആർക്കും പറയുവാൻ കഴിയാതെ, ആർക്കും പ്രവചിക്കുവാൻ കഴിയാതെ വണ്ണം സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ദൈവം പറയുന്നു, എന്താണ്, സ്തോത്രം, ഞാൻ നിന്റെ യജമാനനല്ല, ഞാൻ നിന്റെ ഭർത്താവ് അത്രേ. സ്തോത്രം. എന്ന് നീ അറിയത്തക്കവണ്ണം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു ഉറവകളാക്കി തീർക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉറവകളാക്കി തീർക്കും. നമ്മളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, അതെല്ലാം ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുകയും പരിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം. ആമേൻ. അതുകൊണ്ടാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഏറ്റവും വരണ്ട മരുഭൂമിയിലെ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ ഞാൻ നിന്നെ മേയിച്ച് നടന്ന ദൈവം. സ്തോത്രം. മരുഭൂമിയിലും നിനക്ക് ഞാൻ തരാതിരിക്കത്തില്ല. മരുഭൂമിയിൽ ഞാൻ നിനക്ക് എന്ത് തരും? ആമേൻ, നിന്നെ മേച്ചിൽപ്പുറം കണ്ടെത്തുവാൻ ദൈവം നിനക്ക് ഇടയാക്കും. അതുകൊണ്ട് ഈ രാത്രിയിൽ പരാജയത്തിനും തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും തോൽവിക്കും നാശത്തിനും വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ആമേൻ, ഉറവകളാക്കി തീർക്കുവാനാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വാഗ്ദത്തം പ്രാപിപ്പാനാ. പിശാച് നമ്മളെ എല്ലാം ഒതുക്കുവാൻ നോക്കുമ്പോൾ ഈ രാത്രിയിൽ പിശാചിനോട് പറയണം, ഹല്ലേലൂയ, ഞാനൊരു ഉറവയാ, എന്നെ ദൈവം ഉറവകളാക്കി ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുമ്പോൾ, ആമേൻ, ഞാൻ എൻ്റെ പ്രിയന്റെ മാറോട് ചാരി നിന്ന്, ആമേൻ, ഓരോ ദിവസവും അവന്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ അതിനായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. നമ്മളെല്ലാം ദൈവം ഒരു ഉറവകളാക്കി തീർക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഉറവകളാക്കി തീർത്താൽ ദേശം ദൈവത്തിന്, ആമേൻ, നമുക്ക് ദൈവത്തിന് വേണ്ടി ദേശങ്ങളെ കൈയെടുക്കാൻ പറ്റും. നമ്മുടെ ദേശങ്ങളിൽ നമ്മൾ അനേകരെ കർത്താവിന് വേണ്ടി, ആമേൻ, കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. കർത്താവ് നമ്മളെ ഉറവകളാക്കി തീർക്കും. കർത്താവ് നമുക്ക് മരുഭൂമി തന്നത് നല്ലതെന്ന് നമ്മൾ പറയത്തക്കവണ്ണം ദൈവം നമ്മളെയൊക്കെ ഉറവകളാക്കി തീർക്കും. അതെ, പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ആ ദൂതനെ കൈമാറുമ്പോൾ, ഈ രാത്രിയിൽ യേശുവിൻ നാമത്തിൽ, കർത്താവെ, ഈ ജനത്തെ ഞാൻ സമർപ്പിക്കുന്ന, അടിയങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെല്ലാം ദൈവം ഉറവകളാക്കി തീർക്കണം. ഹല്ലേലൂയ. ഉറവകളാക്കി ദേശങ്ങളെ നനയ്ക്കുന്നവരായി തീരണം. കുടുംബ ജീവിതങ്ങൾ ഞങ്ങളുടെ, ആമേൻ, പരിശുദ്ധാത്മാവിനാൽ നനയപ്പെടട്ടെ. അതിന്റെ നദികളാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറകൾ അത് അനുഭവിക്കട്ടെ. അതേ കർത്താവെ, ഇതൊരു ചരിത്രമായി തീരട്ടെ. കർത്താവെ, ദേശത്ത് ഒരു ചരിത്രം, അതെ, പലരും കണ്ട് ആശ്ചര്യപ്പെടുന്ന ഒരു ചരിത്ര വിഷയമായി ഇതാളുകൾ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ ഉറവകൾ തുറന്നു വന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ, ആമേൻ, ഞങ്ങൾക്ക് മുമ്പാകെ ആ ഉറവ കടന്നു എന്ന് അത്ഭുതം ചെയ്യുമാറാകുന്നതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല മണ്ഡലങ്ങൾ മേലും
തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.